അച്ഛാ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി അച്ഛന്റെ വ്യക്തിപരമായ ഓർമ്മകൾ അത് എന്തൊക്കെയാണെന്ന് നമ്മളോടൊന്ന് പറയാമോ? ഓ ശരി. അതായത് ഒരുപാട് ഓർമ്മകളുണ്ട്, എന്നാലും ചുരുക്കമായിട്ട് പറയാം. അതെ, അതെ. ഞാൻ വൈദിക സെമിനാരിൽ പഠിക്കാൻ പോയത് 1969. അപ്പം അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പാളായിട്ട് ഉള്ളതാണ് പൗലോസ് ഗ്രിഗോറിയസ്, അല്ലെങ്കിൽ പോൾ വറിസച്ചൻ. അപ്പൊ അച്ഛൻ അന്നൊരു പഴയ ഒരു ഓസ്റ്റിൻ കാർ, അച്ഛന് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന കാറാ, അച്ഛൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞാനിത് വളരെ അത്ഭുതമായിട്ട് എൻ്റെ വീട്ടിലേക്ക് എഴുതി. ആദ്യത്തെ അനുഭവം, ഞങ്ങളുടെ പ്രിൻസിപ്പാള് എൻ്റെ കാർ ഡ്രൈവർ ഒരു അച്ഛനാണെന്ന് എഴുതി. അപ്പൊ അവര് വളരെ അത്ഭുതപ്പെട്ടു, അച്ഛനാണ് കാർ ഡ്രൈവർ, അപ്പം എത്ര വലിയ ആളായിരിക്കണം പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ആദ്യമേ തിരുമേനിയെ പറ്റി ഉള്ളത്, ഒന്നാമത്തെ ഓർമ്മ എന്നുള്ളത്. പിന്നെ തിരുമേനി ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഞങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. പോൾ റിസർച്ച് എന്ന് കേട്ടാല് ഒരു വിശ്വമാനവൻ എന്നുള്ള നിലയിൽ ലോകത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പോയി തനതായ വ്യക്തിത്വം പുലർത്തി ക്ലാസ്സുകൾ എടുക്കുന്ന ഗുരു എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ മതിപ്പുണ്ടായിരുന്നു, മറ്റുള്ള ആളുകൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ. അപ്പൊ അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഭവം എന്നുള്ളത്. പിന്നെ ഞങ്ങളെ സെമിനാരിയിലെ ക്ലാസ്, ഞങ്ങളുടെ ബാച്ച് 1969 മുതൽ 73 വരെയുള്ള ബാച്ച്. അതില് ഞാനുണ്ട്, അതുപോലെ പലരുണ്ട്. ഞാൻ റീഷായിരുന്നു ഇന്നത്തെ ബാച്ചില്. അപ്പം തിരുമേനിക്ക് പ്രത്യേകിച്ച് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, ഒരു കരുതലുണ്ടായിരുന്നു. അതനുസരിച്ച് തിരുമേനിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴല്ല, പഠിത്തം കഴിഞ്ഞിട്ട് കേട്ടോ, എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പഠിപ്പിക്കാനായിട്ട് വിട്ടു. ലൈബ്രറി സയൻസ് പഠിപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു വർഷം പോയി. അത് പഠിത്തം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ MTH പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, തിരുമേനിക്ക് ഓരോരുത്തരെയും കണ്ടുപിടിച്ച് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സെമിനാരിയുടെ ബലത്തിന് വേണ്ടിയുള്ള തക്കതായ സ്റ്റാഫിനെ ഓർഗനൈസ് ചെയ്യാനായിട്ട്, കണ്ടുപിടിച്ച് പരിശീലനം കൊടുക്കാനായിട്ട് ഒരു ശ്രമം തിരുമേനി നടത്തിയിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. അപ്പൊ അങ്ങനെ തിരുമേനിയാണ് വാസ്തവത്തിൽ ഞാൻ ഈ രീതിയിൽ ഇവിടെ നിലനിൽക്കാൻ ഇടയായതെന്നുള്ളത് അതിൻ്റെതായ സന്തോഷത്തോടെ പറയുകയാണ്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ തിരുമേനിയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തിരുമേനി ആയതിനു ശേഷം 1975 മെത്രാപ്പോലീത്ത ആണ്. അതിനുശേഷം 96 വരെ കാലം ചെയ്യുന്നവരെയും അത്രയും വർഷം തിരുമേനിയുടെ പേഴ്സണൽ കാര്യം, കോട്ടയത്തുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തിരുമേനി എന്നെ അനുവദിച്ചു എന്ന് പറയാം. എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ വഴക്ക് പറയാറുണ്ട്. എങ്കിൽ തന്നെയും ഉള്ളിൽ തിരുമേനിക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. ആ നിലയിൽ എനിക്ക് തിരുമേനിയോടൊരു കടപ്പാടുണ്ടായിരുന്നു എല്ലാ നിലയിലും. കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ തിരുമേനി എൻ്റെ മൂത്ത മകള്, അവളെ മാമോദിസമൊക്കെ തിരുമേനിയാണ്. ഞങ്ങളുടെ കുന്നംകുളത്തെ എൻ്റെ വീട് മരത്തങ്കോട്. തിരുമേനി അവിടെ വരെ കാർ ഓടിച്ചു വന്ന് കുർബാന ചൊല്ലി മാമോദിസമൊക്കെ തിരിച്ചു പോയത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ആ വ്യക്തിപരമായുള്ള വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നത് എന്നെ വളരെയധികം ബലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാ പേഴ്സണലായിട്ട് ഓർക്കാനുള്ളത്. സഭയുടെ തിയോളജിക്കൽ ഫോർമേഷൻ അല്ലെങ്കിൽ തിയോളജിക്കൽ എഡ്യൂക്കേഷനിൽ ഈ പുരോഹിത രൂപീകരണം അല്ലെ ദൈവശാസ്ത്ര രൂപീകരണത്തിന് സഭയ്ക്കൊരു വലിയ കോട്ടയായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് എത്രമാത്രം, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിന് എത്രമാത്രം ഈ സഭയിൽ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? അത് എത്ര ദീർഘവീക്ഷണമുള്ളതായിരുന്നു? അതെ. ഈ സഭയുടെ വളർച്ച എന്ന് പറയുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തു ആണ് സഭയായിട്ട് ഇന്ന് നമ്മളിൽ കൂടെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് തിരുമേനിയിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണവും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഒരു പ്രവർത്തനമായിട്ട് തന്നെ കാണണമെന്ന് തിരുമേനി വളരെ ശക്തമായിട്ട് ഞങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായ പല താല്പര്യങ്ങളും കാണുമായിരിക്കും, പല ശീലങ്ങളും കാണുമായിരിക്കും. പക്ഷെ അതല്ല, സഭയ്ക്കകത്ത് നമ്മൾ നിൽക്കുമ്പം വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുന്നത് പോലെ കാണത്തക്കവണ്ണമുള്ള ഒരു ജീവിത സരണിയിലേക്ക് വളരണം എന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങളുടെ മനസ്സിൽ തിരുമേനി കുത്തിവെച്ചിട്ടുണ്ട്. അത് വലിയൊരു സംഗതിയാണ് സഭയെ പറ്റി പറയുമ്പോൾ. അതുപോലെ സഭയുടെ വളർച്ചയിൽ ചിലപ്പോഴൊക്കെ തിരുമേനിൻ്റെതായ നിലയിൽ ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ അഭിപ്രായങ്ങളും എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. എന്നാൽ സഭയിൽ ചില സമയത്തൊക്കെ ചില തെറ്റുകൾ കാണുമ്പോൾ തിരുമേനി ചൂണ്ടിക്കാണിക്കുന്നത്
അത് അതുപോലെ അവർ സ്വീകരിച്ചില്ലെങ്കിലും തിരുമേനി അതിനുവേണ്ടി ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ട്. ഈ കൊച്ചു പിള്ളേർ പിണങ്ങുന്ന പോലെ രാജിവെച്ചു പോയിട്ടുണ്ട്. രാജി എൻ്റെ കയ്യിൽ എഴുതി തന്നു, പത്രത്തിൽ കൊടുക്കണം, എല്ലാ തിരുമേനിമാർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം നമുക്കറിയാം തിരുമേനി ആ ഒരു ആവശ്യത്തിനങ്ങ് ചെയ്തതാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് അച്ഛൻ അത് ചെയ്യേണ്ടതായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ അതിൻ്റെ പുറകെ ഉണ്ടായി. അത് അച്ഛനാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വരട്ടി എന്ന് പറഞ്ഞാൽ, ഈ സഭയിൽ പലപ്പോഴും പല അഭിപ്രായക്കാരാണല്ലോ, പല കമ്മിറ്റികളും സമിതികളൊക്കെ വരുമ്പോൾ നേരെയുള്ള വഴി പോകണം എന്നുള്ള രീതിയിൽ തിരുമേനിയുടെ ദർശനം ചിലപ്പോഴൊക്കെ ചിലർക്ക് മനസ്സിലാകാതെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിലാണ് രാജി ഒക്കെ എഴുതി തന്നത്. പക്ഷെ രാജി ആവശ്യം വന്നില്ല. രാജി പിൻവലിച്ചു അവസാനം. പലരും പറഞ്ഞ് തിരുമേനി പറഞ്ഞ് അത് സഭ തിരുമേനി ആവശ്യപ്പെട്ടെടുത്ത ജോലിയല്ല, ഇത് സഭ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് തിരുമേനി രാജിവെക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് തിരുമേനിയോട് അങ്ങനെ സെറ്റിലായിട്ട് പോയി. അങ്ങനെ ആ കാര്യത്തിൽ തിരുമേനിക്ക് വളരെയധികം എന്താ പറയണ്ടേ, മനസ്സിന് ദുഃഖം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വേദശാസ്ത്രം അത് ഓർത്തഡോക്സ് സഭയിൽ പഴയ സെമിനാരിയിൽ പഠിപ്പിക്കുന്നതായ അത് കേരളം മാത്രമല്ല ലോകമെമ്പാടും ആ സ്റ്റാൻഡേർഡ് അതിനെ ഉയർത്തിയതിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിന് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. അപ്പം അദ്ദേഹം അങ്ങനെയുള്ളവരെ അച്ഛൻ പറഞ്ഞ പോലെ കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ വണ്ണം അവരെയൊക്കെ നിയമിച്ച് ഇതിനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അച്ഛൻ ഒന്ന് അച്ഛന്റെ കമന്റ്സ് ഒന്ന് പറയാമോ? തിരുമേനി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം പല വിധത്തിലുള്ള ആശയ സംഘടനകൾ സംഭവിക്കുമ്പോഴും പൗരസ്ത്യ ചിന്താധാര വളർത്തിയെടുക്കണമെന്ന് വളരെയധികം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. വിദ്യാർത്ഥികളായ ഞങ്ങളെയൊക്കെ ആ രീതിയിലാണ് ഞങ്ങൾക്ക് പരിശീലനം തന്നിട്ടുള്ളത്. പാശ്ചാത്യ സമീപനത്തിന്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചിട്ട് പൗരസ്ത്യത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കത്തക്കവണ്ണമുള്ള ഒരു ശ്രമം തിരുമേനി നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല പൗരസ്ത്യ സഭകൾക്കൊക്കെ അതൊരു വലിയ മാതൃകയായിരുന്നു, വലിയൊരു ശക്തിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ പാശ്ചാത്യ സഭയുടെ ചില കാര്യങ്ങളിൽ തിരുമേനി വളരെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. പക്ഷെ ചില വിമർശനങ്ങളൊക്കെ തിരുമേനിയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര പാശ്ചാത്യ സമൂഹത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് ആയിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. എന്നാലും പാശ്ചാത്യ സഭയുടെ ആ പോരായ്മകൾ, ക്രിസ്തീയ സമീപനത്തിലുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച് പൗരസ്ത്യ സഭയുടെ ഊന്നലുകളെ എടുത്തു കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഓർത്തഡോക്സ് സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ, സ്വയശീർഷകത്വം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രമാണങ്ങൾ രൂപീകരിക്കുവാനായിട്ട് തിരുമേനി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്, അതിൽ വളരെയധികം വിജയിച്ചിട്ടുമുണ്ട്. അതിന് തക്കതായ ഒരു ശിഷ്യ സമൂഹത്തെ അദ്ദേഹം വാർത്തെടുത്തു. പൗരസ്ത്യ ദർശനമുള്ള സ്ഥാപനങ്ങളിലെ പരിശീലിപ്പിക്കാൻ അയക്കുകയും ഒരുപാട് പേരെ, ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാത്തോലിക്ക ബാവ തിരുമേനി, ബഹുമാനപ്പെട്ട KM ജോർജ്, ജേക്കബ് കുര്യനച്ചൻ, അങ്ങനെ പലരെയും, മാത്യു വൈദ്യനച്ചൻ, അവരെയൊക്കെ റഷ്യയിലേക്ക് വിട്ടും, MP ജോർജ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാവിയിലേക്ക് സഭയെ ബലപ്പെടുത്തുവാൻ വേണ്ടി തിരുമേനി ഒരുപാട് കാര്യങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെതായ ഒരു പോഷണം, അതിൻ്റെതായ ഒരു ബലം നമ്മുടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അച്ഛന്റെ അനുഭവത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പറ്റിയുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു? മലങ്കര സുറിയാനി സഭ എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഒരു സഭയാണെന്നും മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകം ഇവിടെ കാലാകാലങ്ങളായിട്ട് സൂക്ഷിച്ചു വന്നിട്ടുണ്ടെന്നും, അതേ സമയത്ത് തന്നെ പാശ്ചാത്യ മാതൃകകളുള്ള പല അധിനിവേശങ്ങളും നടന്നപ്പോഴൊക്കെ
അതിനെതിരായിട്ട് പോരാടിയിട്ടുണ്ടെന്നുള്ളത് ഒക്കെ തിരുമേനി എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. തിരുമേനിയുടെ പുസ്തകങ്ങളിൽ പലയിടത്തും ഈ കാര്യം വളരെ ശക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മള് അപ്പോസ്തലനാൽ നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരു സഭയായതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ലോകത്തിലെ ഒരു സഭയുടെയും പിറകിലല്ല നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കാനും നേതൃത്വം കൊടുക്കാനും കഴിവുള്ളവരാകേണ്ടതാണ് എന്ന് തിരുമേനി നേതൃത്വ നിരയെ ശിഷ്യഗണങ്ങളെയൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെതായ നിലയിൽ അതിൻ്റെ വളർച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സെമിനാരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുമേനി ആധുനിക ശില്പി എന്നുള്ള നിലയിൽ തിരുമേനി എടുത്ത് പറയാനായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നല്ലൊരു ഫാക്കൽറ്റിയെ അവിടെ പരിശീലിപ്പിച്ചെടുക്കാനും നല്ലൊരു ലൈബ്രറി അവിടെ വളർത്തിയെടുക്കാനും ഒക്കെ തിരുമേനി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ ഒരു സമൂഹമാണ് എങ്കിൽ തന്നെയും അതിൽ തന്നെ ഉത്തരവാദിത്വമുള്ള പല നേതൃത്വ ശ്രേണിക്ക് കഴിവുള്ളവരെ പരിശീലിപ്പിച്ചെടുക്കണമെന്നും തിരുമേനി ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ദിവ്യബോധന പദ്ധതി ആവിഷ്കരിച്ചത്. ജനങ്ങളാണ് 90% ജനങ്ങളാണ്, അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമെന്ന് അദ്ദേഹം കരുതി അതനുസരിച്ച് അതിനുള്ള പിന്നെ വേണ്ട പ്രായോഗികമായിട്ടുള്ളതായ നിർദ്ദേശങ്ങളൊക്കെ നൽകി പല സെമിനാറുകൾ നടത്തി ഗ്രന്ഥ നിർമ്മാണം, പുസ്തക രചനയുടെ ഒരു ശില്പശാല 2-3 പ്രാവശ്യം നടത്തി. അങ്ങനെ അത് ഘട്ടഘട്ടമായി ഒരു 30 പുസ്തകം ദിവ്യഭവനത്തിന് ഉണ്ടാക്കി എന്നുള്ളത് തിരുമേനിയുടെ നേതൃത്വമാണ്. മറ്റുള്ള അധ്യാപകരെല്ലാം സഹകരിച്ചു എങ്കിൽ തന്നെയും തിരുമേനിയുടെ നേതൃത്വമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ അതിൻ്റെ രജിസ്ട്രാർ ആരംഭം മുതലുണ്ട്. പുസ്തകം എഴുതി കിട്ടിയാലേ പ്രിന്റ് ചെയ്യണമല്ലോ, അതിന് പൈസ ചിലവുണ്ട്. അപ്പൊ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഇത് അച്ചടിപ്പിക്കണമല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എഴുതിങ്ങ് തന്നേച്ചാൽ മതി, അച്ചടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവർക്കും ഉത്സാഹമായി. അങ്ങനെ എല്ലാവരും അന്ന് ആ ദിവ്യഭവനത്തിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ അധ്യാപകരൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഒരുപാട് ജോഷു അച്ഛനാണെങ്കിലും 10-70 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം അതിന്റെ ആരംഭത്തില് ഈ പറയുന്ന എല്ലാ 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ 3 ഘട്ടങ്ങളിലും ആദ്യത്തെ പുസ്തകം ജോഷു അച്ഛൻ്റെ ആയിരുന്നു. ഗ്രിഗോർസിയോനയുടെ പുസ്തകം വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ പുറകെ നടന്നെങ്കിലും തിരുമേനി പറഞ്ഞു, അച്ഛൻ എനിക്ക് എഴുതാൻ നേരമൊന്നുമില്ല. അച്ഛൻ കുറച്ച് ആർട്ടിക്കിൾസ് കണ്ടുപിടിച്ച് അത് കോർഡിനേറ്റ് ചെയ്തൊരു ബുക്ക് ഫോമിലാക്കി എൻ്റെ അടുക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ തിരുമേനിക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് 3ാമത്തെ കോഴ്സിന്, ഡിപ്ലോമ കോഴ്സിന് പൗരസ്ത്യ അല്ലല്ലോ ക്രൈസ്തവ പൗരസ്ത്യ ക്രൈസ്തവ ദർശനം എന്നാണ് തോന്നുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. തിരുമേനിയുടെ ഒരു പുസ്തകമുണ്ട്. അതങ്ങനെ പല ഇതിൽ നിന്ന് എടുത്ത് കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. തിരുമേനി അത് അപ്രൂവ് ചെയ്തു. അങ്ങനെ അതുപോലെ സത്യ തിരുമേനിയും പറഞ്ഞ പോലെ എഴുതാൻ സമയമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതി തന്നു. പിന്നെ 2 പുസ്തകം ഇതുപോലെ കമ്പയർ ചെയ്യാറുണ്ട്. ഏതായാലും അന്നത്തെ ആ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തിരുമേനി നേരെ ഫ്രണ്ടില് നേതൃത്വം നൽകിയത് കൊണ്ട് അങ്ങനെ നമുക്ക് കുറെ പുസ്തകങ്ങൾ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ദിവ്യബോധനം എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ തന്നെ, അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഒരു അൽമായക്കാർക്കുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ദൈവശാസ്ത്ര വളർച്ചയ്ക്ക് വേണ്ടി രൂപീകരണത്തിന് വേണ്ടി എത്രമാത്രം തിരുമേനിയുടെ നേതൃത്വത്തിൽ അതിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നും അനേകർ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയാലും പുരോഹിതന്മാരായാലും അതിൽ കൂടെ വന്നവർ അനേകരുണ്ട്. ആ ഒരു ശ്രേണിയിലൂടെ ആ പഠിത്തത്തിലൂടെ വന്നവരുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ജേർണിയെ പറ്റി ഒന്ന് അച്ഛൻ ഇപ്പൊ പറഞ്ഞതിനൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് പറയാൻ പറ്റുമോ? ദിവ്യബോധനം പദ്ധതി വാസ്തവത്തില് സെമിനാരിയിലെ തിരുമേനി വരുന്നതിന് മുൻപ് തന്നെ തിരുമേനിയുടെ മനസ്സിലുള്ളതാണ് ആത്മായ പരിശീലനം എന്നുള്ളത്. അത്യാവശ്യമാണ്. സഭ വളരണമെങ്കിൽ ജനത്തെ പ്രബുദ്ധരാക്കണം. ജനത്തിൽ നിന്നാണ് വൈദികരുണ്ടാകുന്നത്, വൈദികരിൽ നിന്നാണ് മിത്രപോലിത്തന്മാരുണ്ടാകുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഗ്രൗണ്ട് വർക്കിലെ ഗ്രാസ് റൂട്ട് ലെവലിലെ വിശ്വാസികളെ പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ് പ്രധാനം. തിരുമേനിക്ക് ബോധ്യമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ തന്നെ തിരുമേനി 1973 സോഫിയ സെന്റർ എന്ന് പറഞ്ഞൊരു സെന്റർ പണിതുണ്ടാക്കി. അത് അൽമായ പരിശീലന കേന്ദ്രമായിരുന്നു. അത് ഇപ്പോഴും പ്രാക്ടിക്കലി അത് തന്നെയാണ്. ലേ പീപ്പിളിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ തിരുമേനി എല്ലാ ആഴ്ചയിലും പിന്നെ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അപ്പൊ തിരുമേനിയുടെ ക്ലാസ് എന്ന് കേട്ട ഒത്തിരി പേര് പുറത്തുനിന്നൊക്കെ വരും. കോളേജ് പ്രൊഫസേഴ്സും ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തവർ വരും. അപ്പൊ അങ്ങനെ ഒരു ശീലം നേരത്തെ മുതൽ തിരുമേനിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന്
ഫാക്കൽറ്റിയിൽ ഇതിനെപ്പറ്റി ഒന്നുകൂടെ ചർച്ച വന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം കൂടെ അച്ഛനോട് പറയാം. പേഴ്സണലാണ് അല്പം. അതായത് ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ കപ്പ്യാർ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ പെന്തക്കോസ്തിലേക്ക് പോകാൻ തുടങ്ങുമോ, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പുള്ളിയും കൂടെ പോയി ആ പുള്ളിയോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ അച്ഛനാണ് ആദ്യം ഞാൻ വിളിക്കാതെ തന്നെ എൻ്റെ വീട്ടിൽ വരുന്നത്, വലിയ സന്തോഷമുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. എനിക്കും കുറെ സംശയങ്ങളുണ്ട്. ചുരുക്കി പറയാ, ഞങ്ങളൊരു 3-4 പ്രാവശ്യം സന്ദർശനം നടത്തി. അദ്ദേഹം വളരെ ധീരതയോടെ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ വീണ്ടും നമ്മുടെ സഭയിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറൊക്കെ ആയി വളരെ അങ്ങനെ. ഞാനിത് ഫാക്കൽറ്റി മീറ്റിങ്ങില് ഈ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് അവതരിപ്പിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, നമ്മുടെ ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കാത്തതാണ് അവരിത് വിട്ടുപോകുന്നതിന്റെ കാരണമെന്നും. അത് പറഞ്ഞപ്പം തിരുമേനി ഒരു കാര്യം ചെയ്യുന്ന അതിനെപ്പറ്റി ഒരു സ്കീം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ആ സ്കീം പഠന പദ്ധതിയായിട്ട് എഴുതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം ബാംഗ്ലൂര് ഈ ടാഫ്റ്റി എന്നും പറഞ്ഞുകൊണ്ട് UTCയിൽ ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്. അപ്പൊ ഞാൻ അതിന്റെ ഒരു മോഡലില് ഒരു സ്കീം എഴുതി ഉണ്ടാക്കി. പിന്നെ അന്ന് ഈ 3 സ്കീമൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ ഒരു 10 പുസ്തകങ്ങളെ ഉദ്ദേശിച്ചുള്ളൂ. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ CO എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതിന്റെ ഫുൾ ഫോം മറന്നുപോയി. അതിന്റെ പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ കോഴ്സ് 10 പുസ്തകങ്ങള് എഴുതി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അത് അംഗീകരിച്ചു. അപ്പൊ അതിന്റെ സിലബസ് ഉണ്ടാക്കണ്ടേ. അപ്പൊ സിലബസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്നെ ലൈബ്രറി സയൻസിനെ തിരുമേനി പഠിപ്പിക്കാൻ പറ്റും. ലൈബ്രറി സയൻസ് പഠിച്ചൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു ഗുണം, എല്ലാ വിഷയത്തെ പറ്റി കുറേശ്ശെ അറിയാം. വലുതായിട്ട് അറിയത്തില്ല, ഡീപ്പായിട്ട് അറിയത്തില്ല, കുറേശ്ശെ അറിയാം. അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാനൊരു സിലബസ് അങ്ങ് ഉണ്ടാക്കി. ഓരോ പുസ്തകത്തിന്റെയും ഓരോ പുസ്തകത്തിന് 24 പാഠം വീതമുണ്ട്. അത് 2 മാസം കൊണ്ട് പഠിച്ചു തീരാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണ്. അപ്പൊ ആ 24 പാഠത്തിന് 24 പിന്നെ ടോപ്പിക് ലെസൺ ടൈറ്റിൽസ് കൊടുത്തുകൊണ്ട്, എക്സാക്ട് ടൈറ്റിൽസ് അല്ല, അതിന്റെ സബ്ജക്റ്റ് കൊടുത്തുകൊണ്ട് എല്ലാ വിഷയത്തിനും 10 വിഷയത്തിനും ഞാൻ ഇതുണ്ടാക്കി, നമ്മുടെ സിലബസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഫാക്കൽറ്റി വെച്ചു. ഫാക്കൽറ്റി ഇതെല്ലാം നോക്കി അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുസ്തകം എഴുതുന്നതിന് വേണ്ടി 2-3 സെഷൻ അവധിക്കാലത്ത് ഞങ്ങൾ അവധിയെടുത്ത് സെമിനാറിലല്ല, പുറത്തൊക്കെ പോയി തെന്മലയിലൊക്കെ പോയിരുന്ന് പുസ്തകം എഴുതാനായിട്ട് പോയിട്ടുണ്ട്. തിരുമേനിയും ജോഷുവച്ചനും എല്ലാവരും. അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ സെറ്റ് ഉണ്ടായത്. ആദ്യത്തെ 10 സെറ്റ് 2 വർഷം കൊണ്ടങ്ങ് തീർന്ന മുറയ്ക്ക് രണ്ടാമത്തെ സെറ്റ് വേണമെന്ന് വലിയ ഉത്സാഹമായിരുന്നു ആളുകളെ. ഒത്തിരി ആളുകൾ, ഒരു 10,200 1300 പേരൊക്കെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ചേർന്നായിരുന്നു. അപ്പൊ അതെല്ലാവർക്കും വലിയ ഉത്സാഹമായി. അപ്പം അടുത്ത അധ്യാപകർക്ക് അടുത്ത പുസ്തകം എഴുതാൻ താല്പര്യമായി. അങ്ങനെ അടുത്ത സിലബസ് ഉണ്ടായി. അങ്ങനെ 30 പുസ്തകം കണ്ടിന്യൂസ് ആയിട്ട്, അത് വിത്തിൻ 84, 86, 88 അങ്ങനെ മൂന്ന് ബാച്ചും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത് ഇംഗ്ലീഷിലായി, എല്ലാ പുസ്തകങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷനായി. ഓൺലൈനിലും ഉണ്ട് ഇപ്പൊ ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന. അത് തിരുമേനിയുടെ മനസ്സിൽ നിന്ന് പൊട്ടി മുളച്ചതാണ്. തിരുമേനി സോഫിയ സെന്ററിലെ ലേ ട്രെയിനിങ് പ്രോഗ്രാമിന് തന്നെ ഒരു സ്ഥാപനം ഉണ്ടാക്കി, വലിയ സെമിനാരി പോലെ തന്നെ. അതിൽ തന്നെ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തമാണ് തിരുമേനി കൂടുതൽ എൻഫസൈസ് ചെയ്തത്. കാരണം സ്ത്രീകളാണ് യഥാർത്ഥത്തില് വിശ്വാസം അറിയുന്നവരും പഠിപ്പിക്കുന്നവരും. തിരുമേനി പറയും, എന്നെ വിശ്വാസം പഠിപ്പിച്ചത് ഒരു തിരുമേനിയല്ല, ഒരു അച്ഛനുമല്ല, എൻ്റെ അമ്മയാണെന്ന് പറയും തിരുമേനി. അപ്പം അമ്മമാരെ നമ്മൾ പരിശീലിപ്പിച്ചാൽ അവരിൽ കൂടെയാണ് സഭയുടെ വിശ്വാസം അറിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങള് സഭയിൽ വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബാച്ചിലൊക്കെ എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 60-70% സ്ത്രീകളായിരുന്നു ഈ കോഴ്സ് എടുത്തവരൊക്കെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, കൂടുതലും സ്ത്രീകളാണ് പഠിക്കുന്നത്. അടുത്ത ചോദ്യം, മതേതരവും ആത്മീയവുമായ ലോകത്തിൽ അദ്ദേഹത്തെ ആഗോള മത നേതാവാക്കി മാറ്റുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അച്ഛൻ ചോദിച്ചത്. ഇന്ന് പ്രത്യേകിച്ച് മതം എന്ന് പറയുന്ന എല്ലാം അവനവന്റെ മതത്തെ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമുള്ളത്. എന്നാൽ വാസ്തവത്തിൽ തിരുമേനിയുടെ ആ സമീപനം ഉൾക്കൊണ്ടാലാണ് യഥാർത്ഥ മതത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. അപ്പൊ തിരുമേനിക്ക് എല്ലാ മതങ്ങളെ പറ്റിയും ബഹുമാനം ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ക്രിസ്തുവിന്റെ ആ
അതുല്യത, അത് പൂർണ്ണമായിട്ടും അദ്ദേഹം കാത്തു സൂക്ഷിക്കുമായിരുന്നു. കാരണം ദൈവം മനുഷ്യപുത്രനായ ലോകത്തിലേക്ക് വന്നത് മനുഷ്യമക്കളായ നമ്മളെയൊക്കെ ദൈവമക്കളാക്കാൻ വേണ്ടി. അവിടെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അങ്ങനെയോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും, സർവ്വജനങ്ങൾക്കും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മാലാഖമാര് പാട്ടുപാടിയത് കർത്താവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണെന്നുള്ള സന്ദേശം പകർന്നു കൊടുക്കാനായിട്ടുള്ള പരിശ്രമം തിരുമേനി എടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങളെ മുഴുവനും തിരുമേനി സ്വാംശീകരിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ റിലിജിയനെ പറ്റിയുള്ള ക്ലാസ്സുകൾ പലതും തിരുമേനി ഞങ്ങൾക്ക് എടുക്കുമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ തിരുമേനി മതങ്ങൾ, നന്മ എവിടെയുണ്ടോ ആ നന്മയെ വളർത്തുന്നതാണ് മതങ്ങളൊക്കെ. അപ്പൊ ആ നന്മയാണ് ദൈവം. നമ്മുടെ സ്നേഹമാണ് ദൈവം എന്ന് പറയുന്ന പോലെ നന്മയാണ് ദൈവം. ആ നന്മ ഉള്ളിടത്തെല്ലാം നമ്മുടെ പൂർണ്ണ സഹകരണം കൊടുക്കണം എന്നുള്ള നിലയിൽ തിരുമേനി എല്ലാം, അച്ഛനറിയാമല്ലോ, ഡൽഹിയിലെ നമ്മുടെ ഓർത്തഡോക്സ് സെന്ററില് സർവധർമ്മ നിലയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മത നേതാക്കന്മാരുമായിട്ടും, നേതാക്കന്മാരെന്ന് പറയുമ്പം എല്ലാ മതത്തിന്റെയും അങ്ങേയറ്റത്തിൽ ഉള്ള സ്ഥാനികളായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നത്. ആ ബന്ധത്തിന്റെ അനുസരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ഇൻപുട്ട്, അദ്ദേഹത്തിന് തന്നെ ഒത്തിരി ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ കുറെ ക്രിസ്ത്യൻ വാല്യൂസ് അങ്ങോട്ട് പകർന്നു കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു വിശ്വമാനവൻ എന്നുള്ള നിലയിൽ തന്നെ പറയാം. ലോകത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ മതങ്ങളെ പറ്റി സംവദിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളെ അവരെ വിഷമിപ്പിക്കാതെ, അവരെ പ്രകോപിപ്പിക്കാതെ പകർന്നു കൊടുക്കാനും ഒക്കെ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമാണ് തിരുമേനിയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് സർവധർമ്മ നിലയം എന്നുള്ള നിലയിൽ എല്ലാ മതത്തിന്റെയും യഥാർത്ഥ സനാതന ധർമ്മത്തെ ഉൾക്കൊണ്ടു വരുമ്പോൾ, പ്രത്യേകിച്ചും പൗരസ്ത്യ രീതിയിൽ നോക്കുമ്പം, കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ വേദങ്ങളെയൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം, ജുഡയോ ക്രൈസ്റ്റ് പാരമ്പര്യം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരുപാട് സാമ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ നോക്കും. നമ്മുടെ പാശ്ചാത്യരുടേതായ രീതിയിൽ നോക്കുമ്പോഴാണ് നമുക്കൊരു ശ്വാസമുട്ടലുണ്ടാകുന്നത്. അതേ സമയത്ത് ആദിശങ്കരന്റെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ, നമ്മുടെ പിതാക്കന്മാരുടെ പട്ടിസ്റ്റിക്സ് ടീച്ചിങ്സ് നോക്കുമ്പോൾ ഒരുപാട് സാമ്യം മാത്രമല്ല, ഒരുപാട് എന്താ പറയേണ്ടത്, ഒരു ആശ്വാസ സമീപനമാണ് അതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മതങ്ങളെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാ മതത്തിൽ കൂടെയും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പൂർണ്ണത ക്രിസ്തുവിലാണെന്നുള്ള വസ്തുതയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒരിക്കലും പ്രകോപിപ്പിക്കാതെ അത് പകർന്നു കൊടുക്കണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മത നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനറിയാമല്ലോ, നമ്മുടെ ദലൈലാമ, അതുപോലെ ജൈന മതത്തിലെ ആചാര്യന്റെ പേര് മറന്നുപോയി. അങ്ങനെയുള്ള വലിയ വലിയ വ്യക്തികള്, മതാചാര്യന്മാരുമായിട്ട് അദ്ദേഹത്തിന്റെ സംസർഗം ഉണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ പൗരസ്ത്യ സഭ എന്നുള്ള നിലയിൽ നമുക്കും അത് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അച്ഛൻ തിരുമേനിയുടെ പല അവാർഡ് ഫംഗ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. ചില അവാർഡ്സ് തിരുമേനിക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും അച്ഛൻ ചെന്ന് ആ അവാർഡ്സ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ഇൻസ്റ്റൻസസ് ഒക്കെ പറയാമോ? തിരുമേനി പലപ്പോഴും യാത്രയിലായിരിക്കുമല്ലോ, അവാർഡ് കിട്ടുന്ന വിവരം തിരുമേനി അറിയിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വന്ന് നമ്മളെ ആരെങ്കിലും പോയി വാങ്ങിക്കണമെന്ന് പറയും. അപ്പം അതിനെ പറ്റിയ ഒരു ലെറ്ററും കൂടെ എനിക്ക് ഒരു ഓതറൈസേഷൻ തരും. ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. തൃശ്ശൂര് ദർശനത്തിന്റെ പൂക്കൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തിരുമേനി എഴുതിയത് മലയാളത്തിലാണ്. അതിന്റെ അവാർഡായിരുന്നു അത്. ഞാൻ സാഹിത്യ അക്കാദമി ഹാളിൽ പോയി, തൃശ്ശൂര്, അവിടെ പോയി ഞാൻ വാങ്ങിച്ചു. KM ജോർജിന് പോയി വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ ഡൽഹിയിൽ. അതുപോലെ 2-3 പേരെങ്കിലും വാങ്ങിച്ചു കാണും, എനിക്ക് കൃത്യം ഓർമ്മയില്ല. അത് വലിയൊരു അനുഭവം. നമുക്ക് മൊത്തം തിരുമേനിയെ നമ്മൾ പിന്നെ വ്യക്തിപരമായിട്ട് അംഗീകരിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റുള്ള സാഹിത്യ ലോകത്തിൽ പോലും തിരുമേനിയുടെ ദർശനം അംഗീകരിക്കപ്പെടുന്നു. ദർശനത്തിന്റെ പൂക്കൾ എന്നാ പുസ്തകത്തിന്റെ പേര്. അത് വലിയ 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 സന്തോഷമുള്ള കാര്യമാണ്. സാഹിത്യകാരന്മാരൊക്കെ പൊതുവെ മതമായിട്ട് വലിയ ബന്ധമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തില് തിരുമേനിയുടെ ഈ സമീപനം കൊണ്ട് ഈ സാഹിത്യകാരന്മാർക്ക് അതിലെ ഉൾപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളതൊക്കെ സന്തോഷത്തോടെ ഓർക്കേണ്ട കാര്യം. അച്ഛന്റെ സമയത്ത് പ്രത്യേകിച്ച് തിരുമേനിയുടെ
ഒരു 90-ന് ശേഷമുള്ള ഒരു കാലയളവിൽ പ്രത്യേകിച്ച് തിരുമേനിക്ക് സ്ട്രോക്ക് ഒക്കെ വന്നതിന് ശേഷം ആ ഒരു കാലഘട്ടത്തെ പറ്റി ഒന്ന് അച്ഛൻ ഒന്ന് പറയാമോ? തിരുമേനി സെമിനാരി വരുമ്പോഴുള്ള. അതെ, തിരുമേനിയെ പറ്റി പൊതുവെ നമ്മൾ പറയുമ്പോൾ തിരുമേനി സ്വാശ്രയശീലനാണ്. സെൽഫ് ഡിപ്പെൻഡൻസ് എന്നാണ് തിരുമേനിയുടെ മനസ്സിൽ ആത്യന്തികമായിട്ട് കിടക്കുന്നത്. കുഞ്ഞുനാൾ മുതലുള്ള തിരുമേനിയുടെ പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണ്. ഡ്രൈവറില്ല, കൂടെ കൊണ്ടുവരക്കാൻ ഷെമാസനില്ല, പിന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ അസിസ്റ്റന്റ് ഇല്ല, ടൈപ്പിസ്റ്റ് ഇല്ല. ഇതെല്ലാം സ്വയം ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ തിരുമേനി അങ്ങേയറ്റം പരിശ്രമിച്ചു. അതൊക്കെ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അത് കഴിഞ്ഞിട്ട് തിരുമേനിയുടെ പാരാലിസിസ് തളർന്നു വന്നപ്പോൾ എന്നിട്ടും തിരുമേനി ഒരു കൈ കൊണ്ട് കമ്പ്യൂട്ടറിലടിച്ച് കാര്യങ്ങൾ നടത്തുകയുള്ളൂ. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന അന്നേരം തിരുമേനി ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചേ ഒപ്പുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ എന്നെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം, സഹായിക്കണം. ഒരിക്കൽ തിരുമേനി താമസിക്കുന്ന സോഫിയ സെന്ററിന് അപ്പുറത്ത് ശ്രുതി ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നടന്നിങ്ങി വരുമ്പം ആരാണ്ട് പോയി കൈമുത്താൻ ചെന്നു. കൈമുത്താനായിട്ട് അപ്പൊ തിരുമേനിയുടെ വടിയുണ്ട്. ആ വടി വെച്ചിട്ട് തിരുമേനി അങ്ങോട്ട് നീക്കി, അടിച്ചൊന്നുമില്ല, നീക്കി. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി വിമർശനം വന്നു. തിരുമേനിയുടെ ഒക്കെ അനുഗ്രഹം പ്രാപിക്കാൻ അന്നേരം തിരുമേനി പറയാ, ഞാന് വീഴുവോ ഇല്ലയോ എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ആദ്യം ഒരു അപ്പോയിന്റ്മെന്റ് മേടിക്കുക. അപ്പോയിന്റ്മെന്റ് തരും. ഞാൻ ഫ്രീ ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് തരും. ആ സമയം വേറെ ആർക്കുള്ളതല്ല, അവർക്കുള്ളത് തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഈ ലീഡേഴ്സ് എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം, നമ്മള് പലരും താല്പര്യപ്പെട്ട് വരുമ്പോൾ അതിപ്പോ സമയമില്ലെന്ന് പറഞ്ഞു വിടും. എന്നാൽ വേറെ സമയം കൊടുക്കും, അതുമില്ല. പക്ഷെ തിരുമേനി അങ്ങനെയല്ല. തിരുമേനി അത് വെസ്റ്റേൺ സ്റ്റൈലില് കിട്ടിയ ഒരു വലിയൊരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോയിന്റ്മെന്റ് കൊടുക്കും. ആ അപ്പോയിന്റ്മെന്റ് സമയത്ത് ആ വ്യക്തിക്കുള്ള അതിനിടയ്ക്ക് ആരും കയറി വരാനോ ഡിസ്റ്റർബ് ചെയ്യാനോ തിരുമേനി സമ്മതിക്കത്തുമില്ല. അപ്പൊ അത് വലിയൊരു സംഗതി തന്നെ കേട്ടോ. അത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി അങ്ങനെയാണെങ്കിൽ തിരുമേനി കുറച്ച് സമയം തിരുമേനി ഉള്ള സമയത്ത്, കോട്ടയത്തുള്ള സമയത്ത് കുറച്ച് സമയം, ഇന്ന സമയത്ത് ആർക്കും കാണാം എന്നുള്ള നിലയിലൊരു സമയം എന്നോട് പറഞ്ഞാലും മതി, ഞാൻ അതനുസരിച്ച് ക്രമീകരിച്ചോളാം. അന്നേരം പറയാം, അച്ഛാ അങ്ങനെയൊന്നും പറയാൻ ഒക്കത്തില്ല, എനിക്ക് കുറച്ച് എഴുതണം എന്ന് തോന്നിയാൽ ഞാനിരുന്ന് എഴുതുമായിരിക്കും. അന്നേരം ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതാ ഞാൻ വായിക്കാനിരിക്കുകയാണെങ്കിലും എൻ്റെ രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തിരുമേനിയുടെ ഈ ശ്രദ്ധയെ പറ്റി പറയുമ്പോഴേ, കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛൻ കേട്ട് കാണും, കുർബാന അർപ്പിക്കുമ്പോൾ ചമ്മാച്ചന്മാരെ ആരാണ്ട് ചെന്ന് തിരികെത്തിക്കാനോ എടുത്തവനാണ്ട് പോയി ഒരടിയും വെച്ചു കൊടുക്കും. ഓ പിശാച് എന്ന് പറഞ്ഞു. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരാധനയുടെ സമയത്ത് അശ്രദ്ധ പാടില്ല എന്ന് ശമാശന്മാർക്കൊരു മാതൃകയും കൂടിയായിരുന്നു. പക്ഷെ പലരും അത് വിമർശിച്ചു. ഇങ്ങനെയാണോ പിന്നെ മധുവായി നിന്നുകൊണ്ട് ചെയ്യേണ്ടത്, അടിക്കുകയൊക്കെ ചെയ്യാവോ? അപ്പൊ അന്നേരം വേറൊരു സംഗതി ഉള്ളത്, ഈ കല്ലാശ്ശേരി ബാവ, കുറിച്ചി ബാവ ഉണ്ടല്ലോ, കല്ലാശ്ശേരി ബാവായിട്ട് അഭിമുഖമൊക്കെ ഉണ്ട്, ഞാൻ ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ തീക്ഷ്ണത വെച്ചുകൊണ്ടാണ് ഈ മധുഹായില് ക്രോണോസയില് ഇങ്ങനെയുള്ള ഒന്നും കാണിക്കരുതെന്ന് ഷമാച്ചന്മാർക്കൊരു വാണിംഗ് കൂടെ കൊടുത്തതാണ്. അത് കുറച്ച് കൂടി പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും അതെല്ലാവരും ഓർക്കും. ഇപ്പൊ എല്ലാവരും ഓർക്കും, ഗ്രിഗോറിയോസ് തിരുമേനി അടിച്ചിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ പറയാം അവരോട്. അത് നമുക്കൊരു മാതൃകയായിട്ടുള്ള പാഠമായിട്ട് ഞാൻ അതിനെ എടുക്കുന്നത്. ഈ അച്ഛൻ ഇപ്പൊ പറഞ്ഞ ഈ ഭാവം, ഇത് ഒരു പോസിറ്റീവായിട്ടൊരു ആങ്കറാണ്. അത് ആരെയും താഴ്ത്താനല്ല, എന്നാൽ ഡിസിപ്ലിൻ ചെയ്യാൻ ഒരു ആങ്കറാണ്. അത് ആ വ്യക്തിയെ നശിപ്പിക്കുകയല്ല, വ്യക്തിയെ മറ്റൊരു രീതിയിൽ രൂപീകരിക്കുക, അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അനുഭവമാണ്. പലരും തെറ്റിദ്ധരിച്ചു പോയ ഒരു സമീപനം കൂടെയാണ്. യെസ്, തിരുമേനി അങ്ങനെയല്ലായിരുന്നു, ചിലപ്പോ അങ്ങനെയല്ല സംസാരിക്കേണ്ടിയേ, ചിലപ്പോ അങ്ങനെ അല്ലായിരുന്നു ചില ആക്ഷൻ ചെയ്യേണ്ടിയേ. എന്നാൽ ഒരിക്കലും അതൊരു വ്യക്തിയെ ഡിസ്ട്രോയ് ചെയ്യുകയല്ല, അത് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക. അതിനെപ്പറ്റി ഒന്ന് അച്ഛൻ ഒന്ന് പറയാമോ? അത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ അനുഭവം ഉണ്ടായവരൊക്കെ വളരെയധികം ബഹുമാന ആദരവോടു കൂടിയാണ് അത് ആ കാര്യം പറയുന്നത് പോലും. കാരണം ദാറ്റ് വാസ് എ കറക്ഷൻ ഫ്രം എബവ് എന്ന് പറഞ്ഞാൽ തിരുമേനിയാണ് പറഞ്ഞെങ്കിലും ഒരു ദൈവികമായ ഒരു ഗൈഡൻസിൽ കൂടിയാണ് കറക്ഷൻ അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും, പ്രത്യേകിച്ച് സെമിനാറിലായതുകൊണ്ട്, അത് ഒരിക്കലും ഒരു ശിക്ഷയായിട്ടോ ദോഷമായിട്ടൊന്നും ആരും കരുതുന്നില്ല. ഇപ്പോഴാണെങ്കിലും ആരും കരുതുന്നില്ല. ഇപ്പം അധ്യാപകരോട് പറയുകയാണെങ്കിൽ, പൊതുവെ സ്കൂളിലൊക്കെ ആണെങ്കിൽ
കുഞ്ഞുങ്ങളെയൊക്കെ അടിക്കരുത്, വഴക്ക് പറയുന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സൈക്കോളജി അതാ. പക്ഷേ അതിൻ്റെതായ കുറവുകളൊക്കെ കാണാനുണ്ട് സമൂഹത്തിൽ. എന്നാൽ വൈദികരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറയുന്ന ശിക്ഷണത്തിന്റെ കുറവ് എവിടെയുണ്ടോ അതിൻ്റെതായ ദോഷങ്ങൾ അവരുടെ മിനിസ്ട്രിയിലും കാണും. അങ്ങനെ കാണുന്നുണ്ട്, അച്ഛനറിയാവില്ല, അങ്ങനെ കാണാനിടയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തിരുമേനി അതേ സംബന്ധിച്ച് ബോധവാനായിരുന്നു. അതേ സംബന്ധിച്ച് തിരുമേനി വ്യക്തമായിട്ട് അതിൻ്റെതായ മാർഗനിർദ്ദേശം എല്ലാ അധ്യാപകർക്കും കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി അടിക്കണമെന്നല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ യു ഹാവ് ടു ടേക്ക് മെഷേഴ്സ് എന്നുള്ള നിലയിൽ. അത് മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു വിടുകയല്ല, അതിൻ്റെ രണ്ടു വശം നോക്കിയിട്ട് ഈ ദിസ് ഈസ് ദ കറക്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെതായ പ്രോത്സാഹനം കൊടുക്കുക. ഇത് രണ്ടും തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു പിതാവ് എന്നുള്ളതായ ബന്ധം, പിതൃപുത്ര ബന്ധം എന്നുള്ളതേ നമ്മൾ പ്രസംഗിക്കാൻ കൊള്ളാവുന്നതാണ്, പക്ഷെ പ്രാക്ടിക്കലിൽ അത് പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ്. തിരുമേനി ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര വാശിക്കാരനും ശാഠ്യക്കാരനും ഒക്കെ ആണെങ്കിലും തിരുമേനിയായിട്ട് അടുത്ത് വന്നാൽ വളരെ വളരെ ഈ കുഞ്ഞുങ്ങളായിട്ട് തിരുമേനിയുള്ള ബന്ധത്തില് അച്ഛനെ ശ്രദ്ധിച്ചു കാണും. തിരുമേനി കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരുമേനി ആ സാഹചര്യം മൊത്തം അങ്ങോട്ട് മറക്കും. ഒത്തിരി വഴക്കൊക്കെ പറയാൻ സാധ്യതയുള്ളതാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മോളെ കുഞ്ഞുനാളിലെ മാമൂസ കഴിഞ്ഞിട്ട് വന്നപ്പോൾ, അപ്പൊ ഞാനവിടെ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ ഏതാണ്ട് കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരുമേനി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പം പറഞ്ഞു, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട, പക്ഷെ കൊച്ചിനെ അവിടെ കെടുത്തിട്ട് പോകാൻ പറഞ്ഞു. അച്ഛൻ ഓർത്തു തീരെ കുഞ്ഞാ, അവിടെ കെടുത്തിട്ട് പോകാം. ഞങ്ങളൊക്കെ മാറിയുന്നു. ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടേ, പ്രശ്നം ഉണ്ടെങ്കിൽ എടുത്തോണം. ഓരോ പ്രശ്നമില്ല, കുഞ്ഞുങ്ങളെ പോലെ അങ്ങ് ആകുക. സോ എന്താ പറയണ്ടേ, ഈ ചൈൽഡ് ലൈക്ക്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണമെന്ന് പറയുന്നത് അത് വലിയൊരു സംഗതിയാച്ച. തിരുമേനി മൊത്തം ഈ വീർത്ത് വന്ന ബലൂൺ അങ്ങ് പോകുന്ന പോലെ എല്ലാ ടെൻഷനും അടിഞ്ഞ് പിന്നെ അത് തിരുമേനിക്ക് പിന്നെ വേറൊരു ലോകത്തിലേക്ക്, ശിശുക്കളുടെ ലോകത്തിലേക്ക് വരിക. അത് എനിക്ക് പേഴ്സണലായിട്ടുള്ള അനുഭവം ഞാൻ പറയുമായിരുന്നു. അത് വലിയൊരു സംഗതി. അതുപോലെ പലരും എന്തെങ്കിലും വഴക്ക് പറയാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവരെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകും. കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ തിരുമേന്റെ മൂടൊക്കെ ഒന്ന് മാറിയിട്ട് കാര്യം അവതരിപ്പിക്കത്തുള്ളൂ. അങ്ങനെ കാര്യം സാധിക്കുന്നവരുണ്ട് ഇതിന്റെ കൂടെ. തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല, എന്നാലും അങ്ങനെയും കൂടെ തിരുമേനിയെ ഒരു സമീപിക്കുന്ന ആളുകളുണ്ട്. അച്ഛനിപ്പോ പറഞ്ഞതുപോലെ തിരുമേനിയുടെ വലിയൊരു ആഗ്രഹം, മറ്റെല്ലാ ചുമതലയെക്കാട്ടിലും വലിയൊരു ആഗ്രഹമാണ് പഴയ സെമിനാരി അല്ലെങ്കിൽ സഭയുടെ പൗരോഹിത്യ ഗണത്തെ ഒന്ന് രൂപീകരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കാര്യമാണ്. മറ്റെല്ലാ ചുമതലകളും ഈ ലോകത്തിലുണ്ടെങ്കിലും അതിനോട് വലിയതായിട്ടൊരു ആത്മീയ ബന്ധം. അപ്പം അച്ഛൻ ഇത്രയും വർഷം തിരുമേനിന്റെ കൂടെ ഇരുന്നപ്പോൾ തിരുമേനി ഒരു ഇന്റലക്ച്വൽ എന്ന രീതിയിൽ മാത്രമല്ല, സെമിനാരിയുടെ ആരാധന, പ്രത്യേകിച്ചും അതിന് ഈ വൈദിക വിദ്യാർത്ഥികൾ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ഒന്ന് അച്ഛൻ ഒന്ന് പറയാം. സ്പിരിച്വൽ ഫോർമേഷൻ എന്നുള്ളതാണ് തിരുമേനിയുടെ അടിസ്ഥാനപരമായ ഈ സെമിനാരിയായിട്ടുള്ള ബന്ധത്തില് തിരുമേനിക്കുള്ള ഒരു വലിയ ദൗത്യം തിരുമേനി ഏറ്റെടുത്തിരിക്കുന്നത്. സ്പിരിച്വൽ ഫോർമേഷൻ അവർക്കുണ്ടാകണം. ഇന്റലക്ച്വൽ ഫോർമേഷൻ ഉണ്ട്, ഇമോഷണൽ ഫോർമേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. സ്പിരിച്വൽ ഫോർമേഷൻ എന്നുള്ളത് ആത്യന്തികമായിട്ട് എന്തെല്ലാം തലങ്ങളിൽ സാധിക്കുമോ അതിനെല്ലാം സഹായകമായ വിധത്തിലുള്ളതായ ടോപ്പിക്സ്. നമ്മുടെ സെമിനാരിയില് സെറാംപൂർ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് മിക്കവാറും അവരുടെ ടോപ്പിക്സ് 28 പേപ്പർ ഉണ്ടെങ്കിൽ ആ 28 പേപ്പറിൽ ഒരു 10-20 പേപ്പറും അവരുടെ ഓറിയന്റേഷനുള്ള പേപ്പേഴ്സാണ്. ആരാധനയെ പറ്റിയൊന്നും അവർക്ക് വലിയ സംഗതിയൊന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ നടത്തുന്നേ ഉള്ളൂ. എന്നാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചില് തിരുമേനി വന്ന സമയമായിരുന്നല്ലോ, 40 വിഷയങ്ങളുള്ളിൽ 8 പേപ്പർ മാത്രമേ ഉള്ളൂ സെനറ്റ് എക്സാമിൻ്റെ ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യാം, നമ്മുടെ അനുസരിച്ച് പിന്നെ പരീക്ഷ നടത്തുകയും ചെയ്യാം, മാർക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ PD റിസൾട്ട് വരുമായിരുന്നു. അപ്പൊ ആ സിസ്റ്റം കുറേശ്ശെ മാറി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവരുടെ 28 പേപ്പർ നമ്മൾ എഴുതിയാലേ പറ്റുള്ളൂ. നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ വേറെ സമയം കണ്ടെത്തി ആരാധനയും പാട്ടൊക്കെ പഠിക്കുന്ന വേറെ പഠിപ്പിച്ചോളാം. അങ്ങനെ ഒരു ബലഹീനത ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനത് ആ കാര്യത്തിൽ വളരെയധികം ഒരു വിധത്തിൽ പറഞ്ഞാൽ wounded ആണ് എൻ്റെ ഭാഗത്ത്. ഞാൻ MTH ഡിഗ്രി എടുത്തപ്പോഴേ എൻ്റെ വിഷയം പ്ലേസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ലെയ്റ്റി ഇൻ ദി ഓർത്തഡോക്സ് ചർച്ച് എന്നായിരുന്നു. അപ്പൊ ദിവ്യഭവനത്തിന്റെ പുറകിൽ നിന്നുകൊണ്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടിയതാണ്. അപ്പൊ VC മലച്ചനാണ് എൻ്റെ ഗൈഡ്. അപ്പൊ അച്ഛൻ എനിക്ക് തീസിസിന്റെ മാർക്ക് പിന്നെ പറഞ്ഞ കേട്ടോ, തീസിസിന്റെ മാർക്ക് എനിക്ക് 80% തന്നായിരുന്നു തീസിസിന് തന്നെ.
അതേസമയം അച്ഛൻ എൻ്റെ ഗൈഡും കൂടായിരുന്നു. അതേസമയത്ത് ഈ സെറാംപൂർ സിസ്റ്റത്തിനകത്തുള്ള വാല്യുവേഷന് പോയപ്പം ഞാൻ തോറ്റുപോയി. എനിക്ക് പാസ് മാർക്ക് പോലും ഇല്ല, ഗ്രേഡും ഇല്ല, ഒന്നുമില്ല. റീഡു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ മറുപടി കൊടുത്തു, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് യുവർ ഡിഗ്രി, എനിക്കങ്ങനെ റീഡ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഓർത്തഡോക്സ് സഭയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം ചുരുക്കി പറഞ്ഞാൽ അവസാനം സത്യരഞ്ജൻ അന്നത്തെ രജിസ്ട്രാർ വന്ന് ഗ്രിഗോറിയസിനെ കണ്ട് സംസാരിച്ചു, ഇതൊന്ന് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ തിരുമേനി മുറിയിലോട്ട് വിളിപ്പിച്ചു. അച്ചാതങ്ങ് ചെയ്ത് കൊടുത്തേക്ക്, ഇനി അത് വിട്ട് കളയണ്ട, സത്യരഞ്ജന് ചുമതല മാറാൻ പോകാം, അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഒരെണ്ണം ഇട്ടുപോയാലൊരു സുഖമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിരുമേനി ഞാൻ പുതുതായിട്ടൊന്നും എഴുതൊന്നുമില്ല, എനിക്കത് എഴുതാനുള്ളൂ. അല്ല അത് മതി, പുതുതായി എഴുതണ്ട. എന്നിട്ട് സത്യരഞ്ജൻ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, യു ഗിവ് മീ 2 copies ഓഫ് യുവർ തീസിസ് ആൻഡ് ദെൻ ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഞാൻ 2 കോപ്പി എടുത്തു. 2 കോപ്പി, ഞാൻ ആകെ 3 കോപ്പി, അന്ന് ടൈപ്പ് റൈറ്റിങ് കാർബൺ കോപ്പി വെച്ചുള്ള 3 കോപ്പിയേ ഉള്ളൂ. 1 കോപ്പി എനിക്കും 1 കോപ്പി അങ്ങോട്ട് അയച്ചതും പിന്നെ 1 കോപ്പി ലൈബ്രറിക്കും കൊടുത്തു. ഇപ്പൊ 2 കോപ്പി കൊടുക്കണം, എൻ്റെ ഇല്ല കോപ്പി. ഞാൻ പിന്നെ എൻ്റെ ഇരിക്കുന്ന കോപ്പിയും ലൈബ്രറി ഇരിക്കുന്ന കോപ്പിയും കൂടെ എടുത്ത് അത് 2ഉം കൂടെ പാക്ക് ചെയ്ത് അയച്ചു. 15 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, B+. അങ്ങനെയാ സംഭവിച്ചത്. സെറാംപൂരിനെ പറ്റി ഞാൻ പറയുമ്പം അല്പം നെഗറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിലും ദാറ്റ് ഈസ് എ റിയാലിറ്റി. അത് റിയാലിറ്റി. ഓർത്തഡോക്സിയുടെ എംഫസിസ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഞാനതിപ്പോ ഈ അച്ഛന് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് കളയാം ഈ ഭാഗം കേട്ടോ, ഇഫ് യു വാണ്ട്. ഞാനതങ്ങ് പറഞ്ഞു ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പം ഈ സ്പിരിച്വൽ ഫോർമേഷൻ ആയിരുന്നു തിരുമേനിയുടെ പ്രധാനപ്പെട്ട ഊന്നലുകൾ. അതിനുവേണ്ടി തിരുമേനിയെ ദൈവം ഇവിടെ ആക്കിയെന്നുള്ള ബോധ്യം തിരുമേനിക്കുണ്ടായിരുന്നു. തിരുമേനിയുടെ സോഷ്യൽ വർക്ക്സിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, ഈ ഇങ്ങനെ പഠിപ്പിക്കൽ മാത്രമല്ലാതെ ഇപ്പൊ തലക്കോടിലെ സോഷ്യൽ വർക്ക് ആയാലും അങ്ങനെയുള്ള കേരളത്തിൽ അച്ഛൻ കണ്ടിട്ടുള്ളതായ തിരുമേനിയുടെ സോഷ്യൽ വർക്ക്സിനെ പറ്റി ഒന്ന് പറയാമോ? യെസ്, സോഷ്യൽ തിരുമേനിക്ക് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. മതം സഭ എന്ന് പറയുന്നതിന് അതൊരു വേറെ ഡയമെൻഷൻ ആണെങ്കിലും ഇതെല്ലാം സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയുള്ളതാണ്, പുരോഗതിക്ക് വേണ്ടിയുള്ളതാണെന്നാണ് തിരുമേനി അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പൊ തിരുമേനിയെ പലരും പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയും. തിരുമേനി കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷം. കാരണം EMS ആയിട്ടാണെങ്കിലും പിന്നെ എല്ലാവരുമായിട്ടും ഗോർബച്ചോവ് ആയിട്ടാണെങ്കിലും റഷ്യയിലൊക്കെ കമ്മ്യൂണിസം ആണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് വന്നപ്പോൾ തിരുമേനി ഒരു മീറ്റിങ്ങിൽ, തിരുമേനിയുടെ ഷഷ്ടിപൂർത്തിയുടെ മീറ്റിങ്ങിലാണെന്ന് എനിക്ക് തോന്നുന്നു, മീറ്റിങ്ങിൽ തിരുമേനി പ്രസംഗിച്ചു, ഞാൻ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അപ്പ് ആണ് നമ്മുടെ എല്ലാവരുടെയും ചുമതല, അതിനുവേണ്ടി ആരെല്ലാം ഇതെല്ലാം ചെയ്യുന്നതിനെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും. അതേ സമയത്ത് ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയുന്നവരുണ്ട്, അവരൊന്നും റിയൽ കമ്മ്യൂണിസ്റ്റുകാരല്ല, അവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് തിരുമേനി പബ്ലിക്കായിട്ട് മാമാപ്പള ഹോളി വെച്ച് പ്രസംഗിച്ചു. അപ്പം അങ്ങനെ തിരുമേനി തന്നെയല്ല, തിരുമേന്റെ വിൽപത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഞാൻ വായിക്കണമെങ്കിൽ അച്ഛൻ വായിച്ചു കാണും, ഞാൻ യഥാർത്ഥ ക്രിസ്തു ലോകരക്ഷകനാണ്, എല്ലാ മനുഷ്യരുടെയും രക്ഷകനായിട്ട് അവതരിച്ച ആ ക്രിസ്തുവാണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത്, പൂർണ്ണമായിട്ട് ഞാൻ എന്നെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന തിരുമേനി നടത്തിയിട്ടുണ്ട്. വിൽപത്രത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സാമൂഹ്യ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സെമിനാരിൽ ഒരുപാട് യാചകർ വരും, ബെഗേഴ്സ്, എന്തെങ്കിലും സഹായത്തിന് വേണ്ടി. അത് സ്ഥാപനമായതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും പൈസ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്, തീരെ ചില്ലറയല്ല, എന്തെങ്കിലും കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പം തിരുമേനിയുടെ അടുക്ക, തിരുമേനി ഉണ്ടെങ്കിൽ തിരുമേനിയുടെ അടുക്ക പോവും, തിരുമേനി എൻ്റെ അടുക്ക പോകും. അപ്പൊ ഞാനാണ് അതിൽ കൊടുക്കുന്നതൊക്കെ. എന്നാല് അത് പലരും മിസ്യൂസ് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. 12,000 രൂപ ഹാർട്ട് ഓപ്പറേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു സെറ്റ് വന്നിട്ട്, ഇവിടെ താഴ്ത്തങ്ങാടിക്കാരന്, അവൻ തിരുവനന്തപുരത്ത് ഓപ്പറേഷന് പോയെന്ന് പറഞ്ഞുകൊണ്ട് 12,000 രൂപ തിരുമേനി എന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിറ്റേ വർഷവും വന്നു ഇവന് ഹാർട്ട് ഓപ്പറേഷനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ തിരുമേനി എൻ്റെ അടുക്ക് വിട്ടു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എന്താ സംഭവം? അത് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ നടന്നില്ല, അതെന്താ പറ്റി? ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ മാറ്റി വെച്ചവര്. എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഓപ്പറേഷന്റെ കാര്യം? അല്ല, ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സാധനം കാണിച്ചു, ഒരു റെക്കോർഡ് അവിടുത്തെ ഹോസ്പിറ്റലിലെ. അത് കാണിച്ചപ്പം നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അന്വേഷിച്ച് ഞാൻ അവിടെ നമ്മുടെ MC ചെറിയാനച്ചൻ എന്ന് പറഞ്ഞാൽ കാലം ചെയ്ത തേഫിലോസ് തിരുമേനി,
മനസ്സിലായല്ലോ, കാലം ചെയ്ത കോഴിക്കോട്. തിരുമേനി അവിടുത്തെ സ്റ്റുഡൻറ് സെന്ററിലെ ചെമ്മാച്ചനായിരിക്കും അന്ന്. ഞാൻ ചെമ്മാച്ചനെ വിളിച്ചു, ചെമ്മാച്ചൻ ഇങ്ങനെ ഒരാള് അവിടെ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അന്ന് ഉടനെ അദ്ദേഹം വിളിച്ചാൽ എന്നോട് പറഞ്ഞു, വെച്ചാ അങ്ങനെ ഒരുത്തനുണ്ട്, പക്ഷെ അവന് ഓപ്പറേഷൻ ചെയ്യാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യം ഇല്ല, അത് അങ്ങനെ ഡേറ്റും ഇല്ലെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴാണ് ഇത് ഫോട്ടോ കോപ്പി ഫോർജറി ആണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ അന്ന് പൈസ കൊടുത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, പിറ്റേ ദിവസം തിരുമേനി അന്നേരം സ്ഥലത്തില്ല. തിരുമേനി വന്നിട്ട് ചോദിച്ചപ്പോൾ തിരുമേനി പറയാം, അച്ഛാ പാവപ്പെട്ടവനല്ല, അവന് നേരെ ജീവിക്കാൻ നിവൃത്തിയില്ല, അവന് കുടുംബമില്ല, കുടുംബത്തിനൊന്നും കൊടുക്കുകയില്ല. അപ്പൊ അങ്ങനെ ജീവിച്ചു പോകാനായിട്ട് നല്ല അർഹതയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രയാസം. സമൂഹത്തില് സഹായം അറിയിക്കുന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. അതുകൊണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ കഴിയാവുന്ന വിധം സഹായിക്കണം എന്നുള്ളൊരു പാഠം തിരുമേനി എന്നോട് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുകയാണ്. പിന്നെ ബോയ്സ് ഹോം എന്ന് പറയുന്നത് അവിടെ 100 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവിടെ താമസിച്ച് പിന്നെ പഠിക്കുക മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ട്രേഡ് ഒരു ITC എന്ന് പറഞ്ഞ ടെക്നിക്കൽ ട്രേഡ് കൊടുക്കത്തക്ക ഒരു സ്ഥാപനം കൂടെ തിരുമേനി ഇവിടെ പരിശ്രമമായിട്ട് അവിടെ ഉണ്ടായി. അങ്ങനെ അവരെ പരിശീലിപ്പിച്ച ഒത്തിരി ആളുകൾക്ക് ഒരു ജീവിതം തന്നെ കൊടുക്കത്തക്കവണ്ണം തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ ഡൽഹി ചുറ്റുപാട് അറിയാമല്ലോ, അവിടെ തിരുമേനിക്ക് ഒത്തിരി ബെനവോളൻ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ തിരുമേനിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാല് ദൈവം, മനുഷ്യൻ, പ്രപഞ്ചത്തിലെ മനുഷ്യരും എല്ലാവരും കൂടെ ചേർന്ന് അതൊരു യൂണിറ്റ് ആയിട്ട് അതിന്റെ ആ സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് തിരുമേനി പരിശ്രമിച്ചിട്ടുണ്ട്. അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ തിരുമേനിയുടെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചും കൂടി ഒരു വാക്ക് ഞാൻ പറയട്ടെ. തിരുമേനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പറഞ്ഞത് അതൊരു വശം മാത്രമേ ഉള്ളൂ. തിരുമേനി രാഷ്ട്ര നിർമ്മാണം എന്നുള്ള നിലയിൽ തിരുമേനിക്ക് ഒരുപാട് സാധ്യതകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എത്യോപ്യ പോയ സമയത്ത് തന്നെയാണ് അവിടുത്തെ എത്യോപ്യൻ ചക്രവർത്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ തന്നെ ഈ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന കുറെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗോർബച്ചോവ് നമ്മുടെ റഷ്യൻ സമയത്ത് അവിടെ പെരിസ്ട്രോയ്ക്ക് ആ സമയത്തൊക്കെ തിരുമേനിയുടെ ഒരുപാട് സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അത് പബ്ലിക്കായിട്ടൊന്നും അധികം പറഞ്ഞിട്ടില്ലെങ്കിലും തിരുമേനിയുടെ റൈറ്റിങ്സിലൊക്കെ നമ്മളത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. തിരുമേനി നല്ലൊരു റോള് അവിടെ തിരുമേനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൽഹിയിലെ ബാബറി മസ്ജിദ് അവർ തമ്മിൽ തർക്കുന്ന അന്ന് രാത്രി തന്നെ തിരുമേനി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു, മുസ്ലിങ്ങളെ വിളിച്ചു. എന്നിട്ട് തിരുമേനി, എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, തിരുമേനി പറഞ്ഞതാണ് 3 അമ്പലം തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നവരാ മുസ്ലിംസ് അന്ന് രാത്രി. പക്ഷെ അത് ഈ തിരുമേനിന്റെ കൊണ്ട് ഇടപെടൽ മുഖാന്തരം അത് തടയാൻ സാധിച്ചു എന്നൊക്കെ പറയുന്ന വലിയൊരു സംഗതിയാണ്. അതുപോലെ സദ്ദാം ഹുസൈന്റെ ആ കാര്യത്തില് ഗൾഫ് യുദ്ധം വന്ന സമയത്തൊക്കെ തിരുമേനി അതിനകത്ത് വളരെ നിർണായകമായ പങ്ക് തിരുമേനിക്ക് വഹിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തിരുമേനിയുടെ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് അതൊക്കെ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷ അതൊക്കെ നടന്ന ആ സമയത്ത് കോട്ടയം സെമിനാരിയിലെ ആ ഒരു അന്തരീക്ഷത്തെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഞാന് എൻ്റെ ഈ പുസ്തകത്തിനകത്ത് അച്ഛൻ്റെ ഉണ്ടല്ലോ ഇത്, ഇതിനകത്ത് അതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരുമേനി കാലം ചെയ്തു അവിടുന്ന് വിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ വന്നു. ഈ ലോകസഞ്ചാരി, ആകാശ സഞ്ചാരി എന്ന നിലയിൽ പല പ്രാവശ്യം ജീവനോടെ യാത്ര ചെയ്തിട്ട് അവസാനവും ഒരു സാറ്റർഡേ ഫ്ലൈറ്റിലാണ് ഞങ്ങള് നെടുമ്പാശ്ശേരി പോയി അവിടുന്ന് ഇവിടെ വരെയും കോട്ടയം വരെയും സെമിനാരി വരെയും വിലാപയാത്രയൊക്കെ നടത്തി. അത് വലിയൊരു അനുഭവമായിരുന്നു. വെച്ചാൽ ഒരുപാട് പേര് അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്തോ വലിയൊരു നഷ്ടം വന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു അനുഭവത്തിൽ തന്നെയായിരുന്നു. കാര്യം ബന്ധത്തിലുള്ളവരൊന്നും അല്ലെങ്കിലും സഭയ്ക്ക് വലിയൊരു നഷ്ടം, ഒരു നെടുന്തൂണ് നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തിൽ ഒരു വലിയ പ്രൊസഷൻ പോലെ അങ്ങ് നീണ്ടു നിൽക്കുന്ന, എനിക്ക് തോന്നുന്നില്ല അച്ഛാ ഒരു വലിയ മന്ത്രിമാർക്ക് പോലും ഇത്രയും വലിയൊരു കിട്ടിയില്ല. കോട്ടയത്തെ എനിക്ക് തോന്നുന്നു അതുപോലത്തെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മഹാപുരോഹിതന്റെ കബറടക്കത്തിൽ ഇത്രയും ജനങ്ങളും ഒക്കെ സംബന്ധിക്കുന്ന ഒരു അനുഭവം
കോട്ടയം എനിക്ക് തോന്നുന്നു കോട്ടയം ആദ്യം കാണുകയാണ് അതേ ഉള്ളത്. അത് നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ച ഒരു വാചകമായിരുന്നു എനിക്ക് പഴയ സെമിനാരിലെ കവറടക്കാനായിട്ട് അവസരം തരണം എന്നുള്ളത്. അപ്പൊ അത് വാസ്തവത്തിൽ കേൾക്കുമ്പോൾ ഒരു മനസ്സിന് പ്രയാസം. എന്നാലും 10-25 വർഷം അവിടെ പ്രിൻസിപ്പാളായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ കവറടങ്ങാനായിട്ട് പ്രത്യേക സ്ഥലം ദൈവം ഒരുക്കി എന്നുള്ളതും ഓർക്കുമ്പം അത് വലിയ വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിരുന്നു. ഇപ്പൊ എന്നും തിരുമേനി ഓർക്കാമല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഇന്നലെ ആണെങ്കിലും അവിടെ പോയി തിരുമേനിയുടെ കവറിങ്ങിൽ പോയി പ്രാർത്ഥിച്ചു. എത്രയോ ആളുകൾ തിരുമേനി സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുമേനിയുടെ അന്നത്തെ ഓർമ്മകളെല്ലാം വീഡിയോ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് വീഡിയോ ഉള്ളതുകൊണ്ട് ബാബാ തിരുമേനിയുടെ പ്രസംഗവും മറ്റുള്ളവരുടെ ഓർമ്മ കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ തിരുമേനിയെ പറ്റി എന്തുമാത്രം എഴുതിയാലും തീരുകയില്ല. തിരുമേനിയുടെ തിരുമേനിയെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ഒരുപാടുണ്ട്. തിരുമേനിയുടെ പുസ്തകങ്ങൾ 10-25 ഉണ്ട്. അതേപോലെ തന്നെ തിരുമേനിയെ പറ്റി അതിന് ഒരുപാട് പുസ്തകങ്ങൾ അതിന് ശേഷം ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. അതിനിയും എന്നാ പറയുക, അനുസരണമായിട്ട് തന്നെ തിരുമേനി ഇരിക്കും അതിൻ്റെതായ രീതിയിൽ. അച്ഛനോട് തിരുമേനി പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസസ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാവോ? അത് ഈ തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന, അച്ഛനോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അച്ഛനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന അഡ്വൈസസ് ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് എന്നോട് പറഞ്ഞു എന്ന് പറയാനായിട്ടുള്ളത്, തിരുമേനി ഒരു പിതൃപുത്ര വാത്സല്യം പിതാവിന്റെ സ്ഥാനത്ത് കാണത്തക്കവണ്ണമായിരുന്നു. തിരുമേനി തൃപ്പൂണിത്തുറയാണല്ലോ തിരുമേനിയുടെ സ്വന്തം വീട്. അപ്പൊ അവരുടെ ബ്രദേഴ്സും മക്കളൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ വളരെ അടുത്ത് പെരുമാറാൻ അവസരമുള്ളവരായിരുന്നു. പിന്നെ തിരുമേനിയുടെ വേർപാടെന്ന് പറഞ്ഞാല് സ്വന്തം പിതാവ് വേർപെട്ടു പോയതിനേക്കാൾ ദുഃഖം ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ തിരുമേനിയോടുള്ള എനിക്ക് തിരുമേനിയുടെ ഉപദേശം എന്ന് പറയത്തക്കവണ്ണം പല കാര്യങ്ങളും തിരുമേനി പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സാധുക്കളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി പലരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് അനൗൺസ് ചെയ്ത് പബ്ലിഷ് ചെയ്തൊക്കെ പോകുന്ന തിരുമേനി അത് വളരെ ശാന്തമായി വളരെ രഹസ്യമായിട്ട് തന്നെ ചെയ്യണമെന്ന് വിശ്വസിക്കുക. അങ്ങനെ ചെയ്യിക്കാൻ എന്നോട് പറയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഹായം കിട്ടിയ ആൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയരുത് എന്നുള്ള രീതിയിൽ തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആരാധനയുടെ കാര്യം വെച്ചാൽ ആരാധനയിൽ ശുഷ്കാന്തി ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് പറയാനൊക്കെ എളുപ്പമാണെങ്കിലും അത് വ്യക്തിപരമായ ജീവിതത്തിൽ അത് പാലിച്ചെങ്കിലേ അത് നടക്കുള്ളൂ, അല്ലേ? പേഴ്സണലായിട്ടുള്ള ലൈഫിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആരാധനയുടെ മാധുര്യം അറിഞ്ഞ് ആരാധിക്കാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഒരു മാതൃകയാകണമെങ്കിലും നമ്മളത് ശരിയായിട്ട് പാലിച്ച് നടത്തുവാണെങ്കിൽ, അതിൽ വിശ്വാസം അർപ്പിച്ച് നടത്തുവാണെങ്കിൽ അത് കിട്ടുള്ളൂ. അപ്പൊ അത് തിരുമേനിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ തിരുമേനിന്റെ ക്ലാസ്സുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. 4 വർഷം ഡിഗ്രി കോഴ്സിനും അത് കഴിഞ്ഞ് PG കോഴ്സിനൊക്കെ തിരുമേനിന്റെ ക്ലാസ്സുകൾ വളരെ എന്താ പറയണ്ടേ, ലൈവ് ക്ലാസ്സുകളായിരുന്നു. അങ്ങനെയായി ഫോർമേഷനൊക്കെ നമുക്കൊക്കെ കിട്ടുന്നത്. അത് നമുക്ക് എന്തുമാത്രം ഇനി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. എന്നാലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉപദേശങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുത്ത് പറയത്തക്കവണ്ണം ഇല്ലെങ്കിലും തിരുമേനിയുടെ എല്ലാ പെരുമാറ്റങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുമേനി മുറിയിലൊറ്റയ്ക്ക് ഇരുന്ന് എഴുതുകയോ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ പോവും. ഇപ്പം എനിക്ക് ഏതായാലും വാതിൽ മുട്ടാതെ കയറി ചെല്ലാം. അവിടെ ചെല്ലുമ്പോഴും തിരുമേനി അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ തിരുമേനി അവിടെ എല്ലാം വൃത്തിയാക്കുക, കഥകളെല്ലാം തുറത്തി. ഞാൻ പറഞ്ഞു, തിരുമേനി അത് ഞങ്ങള് ചെയ്യിച്ചോളാം. വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെ സ്വാശ്രയം എന്ന് പറയുന്ന ഒരു വിധത്തിൽ പറഞ്ഞാല് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത് മാത്രമല്ല, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ തന്നെ ചെയ്യേണ്ടത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു പാഠം തിരുമേനി അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുമേനിമാർക്ക് തിരുമേനിക്ക് ഈ അണ്ണാന്, അതുപോലെ തന്നെ കുരങ്ങ്, അവരോടൊക്കെ ഭയങ്കര സ്നേഹം. അത് ഡൽഹിയിലുള്ളതായിരിക്കണം. ഇവിടെ ഒരിക്കൽ ഒരു അണ്ണാൻ തിരുമേനിയുടെ മുറി കയറി വന്നു. എന്നിട്ട് തിരുമേനി അണ്ണാനോട് സംസാരിക്കും. ഞാനങ്ങനെ ചെല്ലുമ്പോൾ, നീ എടുത്തോടാ അവിടെ ഒരു പേരക്കാരിപ്പുണ്ട്, നീ എടുത്തോടാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു
ഈ പറയുന്ന അണ്ണാനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്നു. അങ്ങനെ അതൊരു പാഠം പറയാതെ പഠിപ്പിക്കുന്നതായിരുന്നു. കാരണം അത് ദൈവഭക്തിയുടെ ഒരു മറുവശമാണ് അല്ലേ. എല്ലാ സൃഷ്ടികളോടുള്ള ഒരു ഓപ്പണിങ്, ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവിക സ്നേഹത്തിന്റെ ഒരു പ്രതിച്ഛായയായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയും വർഷം, 28 വർഷം തിരുമേനി ഈ ലോകത്തുനിന്ന് കടന്നുപോയതിനു ശേഷവും ഇന്നും വളരെ ശക്തമായി തിരുമേനിയെ പറ്റിയുള്ള കാര്യങ്ങൾ ലോകം അറിയുന്നുണ്ട്, അല്ലെ പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ശ്രമമാണ് അച്ഛ ഇപ്പോൾ നടക്കുന്നത്. അതിൽ അച്ഛന്റെ വാല്യുബിൾ തോട്ട്സ് ഒക്കെയും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ, അച്ഛനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്ക് അഭിനന്ദനവും നന്ദിയും എല്ലാം കൂടെ അർപ്പിക്കുകയാണ്. കാരണം ഇത് വലിയൊരു സംഗതി അച്ഛൻ ചെയ്യുന്നത്. അച്ഛന്റെ ജീവകാലത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇനി കുറച്ചും കൂടെ ചെയ്യുന്നുണ്ട്. അതെല്ലാം വലിയ ഒരു തലമുറകൾക്ക് കൈമാറുന്ന ഒരു പൈതൃകമാണ്. അതുകൊണ്ട് ദൈവം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു.